സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ അനുകരിക്കുന്ന കുട്ടികളെ പല സ്കൂളുകളിലും പോയാൽ കാണാൻ കഴിയും. സഹപാഠികളും സുഹൃത്തുക്കളുമാണ് ചില വികൃതി പിള്ളേരുടെ പരീക്ഷണങ്ങൾക്ക് ഇരകളാകുന്നത്. സഹപാഠിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ വേദനയും ഈ കൗമാരക്കാർ മനസ്സിലാക്കണം. കൊല്ലം അഞ്ചലിൽ +1 വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതും സമാനമായാണ്. പരുക്കേറ്റ +1 വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിത്തിരയിലെ ആക്ഷൻ രംഗങ്ങൾ സഹപാഠിയിൽ പരീക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. പിടിച്ചുമാറ്റാൻ ശ്രമിക്കേണ്ടവരും ഒപ്പം കൂടി ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും കറക്കിയെറിയുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. രാത്രിയിൽ കുട്ടിയുടെ ദേഹമാസകലം നീര് വ്യാപിക്കുകയും കടുത്ത വേദന ഉണ്ടാവുകയും ചെയ്തതോടെയാണ് രക്ഷിതാക്കളുടെ മുന്നിൽ മർദ്ദന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 3:30 സ്കൂൾ വിട്ട് നടന്ന് ബസ് കയറാൻ വന്നപ്പം അതിനകത്ത് ഒരുത്തൻ എൻ്റെ കഴുതി പിടിച്ചിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കാര്യം പറയണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നില്ലെന്ന് പറഞ്ഞപ്പം ഒരിടത്തും തന്നെ കോളറി കുത്തി പിടിച്ച് അടിച്ച് മുന്നേ 3 അമ്മമാരോട് എന്നെ അടിച്ച് തറയിട്ട്. അപ്പോഴത്തേക്കും എല്ലാവരും പോയി, എല്ലാ ആൾക്കാരും വന്നപ്പോഴെല്ലാം കൂടെ പോയി. കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. ഇത്തരം ഭീകരമായ സംഭവങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഗൗരവത്തോടെ കാണണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ഈ കുട്ടി മാനസികമായി തകർന്നിരിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, ജൽപ്പനങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. ഞാൻ ചെന്നപ്പോൾ ഉയർന്ന ടെമ്പറേച്ചറും ഉണ്ട്. അപ്പോഴും തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളത്, അവൻ്റെ അച്ഛൻ കൂലിവേല കഴിഞ്ഞ് വന്നത് ഏതാണ്ട് 9 മണിയായിട്ടാണ് വന്ന്. അപ്പോഴേ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. രാത്രി ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിയോളമായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴും. നല്ല തലവേദനയും അവൻ്റെ അടിവയറിന് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞ് ഷോൾഡറിനെല്ലാം നല്ല പെയിനുണ്ട്. നമുക്ക് വേണ്ടുന്നത് ഇനിയെങ്കിലും സമാധാനപരമായിട്ട് സൗഹൃദത്തോടുകൂടി കുട്ടികൾ പഠിക്കാനായി വരിക എന്നുള്ളതാണ്. പഠിക്കാനായി വരിക, പഠിക്കുക. കുട്ടികളിൽ ഒരാളുടെ അച്ഛന് വിളിച്ചു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദനമേറ്റതിലുള്ള മാനസിക വിഷമത്തിൽ നിന്നും വിദ്യാർത്ഥി ഇതുവരെയും മുക്തനായിട്ടില്ല. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്തു. 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് 18 അഞ്ചൽ.